ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ. നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു മസാലയുടെ റെസിപ്പിയാണ്. അതായത് ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ഒക്കെ നമുക്ക് മസാല മാത്രം മതി കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോക്ക് പോകുന്നതിന് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അതുപോലെ രണ്ടായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കാം. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ മസാല ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. അതിനായിട്ടൊരു ജാർ എടുക്കുക, ചെറിയ ജാറിനുണ്ടെങ്കിൽ അതെടുക്കുക. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെയുള്ള ഫുൾ കുരുമുളക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ മല്ലിയില്ലേ, നമ്മൾ പച്ചമല്ലി, അതിട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് 1 ടേബിൾ സ്പൂൺ നല്ല ജീരകമാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. അതിട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് 2 സ്റ്റാറാണ്, 2 ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് 2 പട്ട, അതും ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് 2 ഏലക്ക. പിന്നെ നമുക്ക് വേണ്ടത് കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ അതന്നെ വെട്ടിട്ട് കൊടുക്കുക കേട്ടോ. അത് 2 ടേബിൾ സ്പൂൺ, 2.5 ടേബിൾ സ്പൂൺ വരെ നമുക്ക് ഇട്ട് കൊടുക്കുക. എരിവില്ലാത്തത് 2 വരെ നമുക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ അതിനുശേഷം ഞാൻ ഇട്ട് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അതിട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഇട്ട് കൊടുക്കുന്നത് മൈദയാണ്. അത് 1 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 1 ടേബിൾ സ്പൂൺ മൈദ ആണ് ഇട്ട് കൊടുത്തത്. ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതൊന്ന് പൊടിച്ച് കൊണ്ടുവരാം കേട്ടോ. നന്നായിട്ട് തന്നെ ഫൈൻ പൗഡർ പോലെ, നമ്മൾ മസാലപ്പൊടികൾ പോലെ തന്നെ നന്നായിട്ട് പൊടിച്ച് കൊണ്ടുവരിക. അപ്പോൾ അത് ഞാൻ പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഈ ഒരു മസാലക്കൂട്ട് മാത്രം മതിയിട്ട് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ വേറെ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യണ സമയത്ത് ഈ ഒരു പൗഡർ നമ്മൾ എത്ര ചിക്കൻ എടുക്കുന്നുണ്ടോ അതിനനുസരിച്ച് നമുക്ക് പൊടികളെടുത്ത് ചേർത്ത് കൊടുക്കട്ടോ. ചിക്കൻ തേക്കുന്ന സമയത്ത് ഈ ഒരു പൗഡർ ഇടുക. എത്ര ചിക്കൻ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് പൗഡർ ഇടുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ചേർക്കുന്നുണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ 2 പച്ചമുളകും കീറിയിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് ഫ്രൈ ചെയ്യുക. അത്രയേ ഉള്ളൂ കേട്ടോ. വേറെ പൊടികളൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഞാൻ അപ്പോൾ അങ്ങനെ ഒരു ബൗളാക്കിയെന്നുള്ളൂ. നല്ലൊരു ഇതിപ്പോൾ ഞാൻ മസാല പരട്ടി വെച്ചാണ് എടുക്കുന്ന വീഡിയോ, അത് കട്ടായിപ്പോയി. അതിനുശേഷം ഞാൻ ഫ്രൈ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. നല്ലൊരു വെള്ളമൊന്നും ഇല്ലാത്തൊരു നല്ലൊരു ബോട്ടിൽ നമുക്ക് ഈ പൗഡർ എടുത്ത് വയ്ക്കുക. അതിനുശേഷം നമുക്കിത് ചിക്കൻ പൊരിക്കുന്ന സമയത്ത് ആ പൗഡർ ഇടുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉപ്പും മാത്രം നമുക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. കറി ലീവ്സും പച്ചമുളകൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ്. ചിക്കൻ മസാല തേക്കുന്ന സമയത്ത് കുറച്ച് മല്ലിച്ചപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ഓരോരുത്തർ ഇഷ്ടമാണ് കേട്ടോ. അതിപ്പോൾ എന്താ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഫ്രൈ ചെയ്തതാണ്. നല്ല ക്രിസ്പായിട്ട് നിങ്ങൾക്ക് കളർ വേണമെങ്കിൽ ചിക്കൻ പൊരിക്കുമ്പോൾ അതിന് കളർ ആഡ് ചെയ്യുന്നവരുണ്ടെങ്കിൽ കളറും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. വേറെ പൊടികളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉപ്പ് മാത്രം ചേർത്താൽ മതി കേട്ടോ. ഈ ഒരു പൗഡർ മാത്രം ഇട്ടാൽ മതി. കറിവേപ്പില നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. പെട്ടെന്ന് മസാല പരട്ടി തേച്ച് നമ്മൾ ഈസിയാണ് ഇനി ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ. ഇനി ഫിഷിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഫിഷ് ഫ്രൈ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഈ മസാല ആഡ് ചെയ്യാം കേട്ടോ. സെയിം ഇതുപോലൊക്കെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട്. അപ്പോൾ നല്ല കിടിലൻ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സമയം ലാഭമാണ്. ഒരുപാട് പൊടികളൊന്നും ഇട്ട് ഇതാക്കാൻ നിൽക്കണ്ട. ഈ ഒരു പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മാത്രം മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.